ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് സീറോ ഫ്ലിപ്പ് 5G എന്ന പുതിയൊരു ഫ്ലിപ്പബിൾ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് സീറോ ഫ്ലിപ്പ് 5G എന്ന ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിൽ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഉള്ളിൽ 6.9 ഇഞ്ചിന്റെ ഒരു വലിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ POLED പാനലൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, LTPO പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മാക്സിമം 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഡിസ്പ്ലേയുടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 1400 നിറ്റ്സ് ആയിരിക്കും. 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാഫിൽ 3.64 ഇഞ്ചിന്റെ ഒരു ചെറിയ ഡിസ്പ്ലേയും വേറെ വരുന്നുണ്ട്. അമോലെഡ് ഡിസ്പ്ലേ തന്നെയാണ് ഇതിലും വരുന്നത്. ഇതിന്റെ റെസൊല്യൂഷൻ വരിക 1056x1066 ആയിരിക്കും. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയുടെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷനും വരുന്നതായിരിക്കും. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 1100 നിറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ വരാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് പുറത്ത് അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം 50,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ഫോണായിരിക്കും എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം അത്യാവശ്യം മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരിക ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരിക 195 ഗ്രാം ആയിരിക്കും. അപ്പം ഓപ്പൺ ചെയ്തു വെക്കുന്ന സമയത്ത് തിക്നെസ് വരിക 7.64 mm ആയിരിക്കും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തിക്നെസ് വരിക 16.04 mm ആയിരിക്കും. പിന്നെ ഈ ഒരു ഫോണിന്റെ റോക്ക് ബ്ലാക്ക് അതുപോലെ തന്നെ ബ്ലോസം ഗ്ലോ എന്നീ കളർ വേരിയൻസ് ആയിരിക്കും ലോഞ്ച് ചെയ്യുക. പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 8020 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നതായിരിക്കും. ഇത് തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സറാണ്. ഇപ്പം 40,000 to 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള പ്രോസസ്സർ അല്ല. പക്ഷേ ഒരു ഫോൾഡബിൾ ഡിസ്പ്ലേ കൊടുക്കുമ്പോൾ പ്രോസസ്സറിന്റെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കോംപ്രമൈസ് വരുത്തേണ്ടി വരും. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഫോൾഡബിൾ ഫോൺസിന്റെ കാര്യത്തിൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്ന് പറയാം, അത്രേ ഉള്ളൂ. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഗ്ലോബൽ വെർഷനിൽ ബേസ് വേരിയന്റിൽ തന്നെ 8GB റാമും 512GB ഇന്റേണലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പം ഇന്ത്യൻ വെർഷനിലും ആ ഒരു വെർഷൻ വന്നേക്കാം. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. UFS 3.1 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. NFC-യുടെ സപ്പോർട്ട് ഇതിൽ വരും. പിന്നെ ഗോപ്രോയുമായിട്ട് അവർ പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഗോപ്രോയുമായിട്ട് പല ഇൻറ്റഗ്രേഷൻസും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ JBL ട്യൂൺ ചെയ്തിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരും. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ ഉണ്ടാവില്ല. Android 14 ബേസായിട്ടുള്ള iOS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിച്ചേക്കാം. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരും. ഇത് സാംസങ് GN5ന്റെ സെൻസർ ആയിരിക്കും. പിന്നെ ഇതിൽ OSന്റെ സപ്പോർട്ട് വരും. ഇത് കൂടാതെ 50 മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 4720 mAhന്റെ ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക. ഇപ്പോൾ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഇത് നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. 70 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. നല്ലൊരു ചാർജിംഗ് സ്പീഡാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ 17 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ $599 എന്ന പ്രൈസിങ്ങിലാണ് ലോഞ്ച് ചെയ്തത്. അതായത് 50,300 രൂപ പ്രൈസ് റേഞ്ചിൽ. പൊതുവെ ഇൻഫിനിക്സിന്റെ ഡിവൈസുകളുടെ വില ഗ്ലോബൽ മാർക്കറ്റിലേക്കാളും കുറച്ചും കൂടി ഇന്ത്യൻ മാർക്കറ്റിൽ കുറയാറുണ്ട്. അപ്പം ഈ ഒരു ഫോൺ നമുക്ക് ഒരു 40,000 to 45,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഫീച്ചേഴ്സ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. എടുത്തു പറയേണ്ട കാര്യം, ഇത് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ ആയിരിക്കും. എന്തായാലും ഇൻഫിനിക്സിന്റെ സീറോ ഫ്ലിപ്പ് 5G എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.